വലിയൊരു ദുരന്തമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇവർക്കറിയില്ല. അങ്ങനെ സന്തോഷിപ്പിച്ച് പോയിട്ട് ചെന്ന ചേട്ടനാണ് ഈ ഓഗി വന്നപ്പോഴും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. വെറി എല്ലാം ഞങ്ങൾക്ക് കിട്ടിയത്. അവനത് കണ്ടതുകൊണ്ട് അവനൊരു പേടിയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, പപ്പയ്ക്കൊന്നും സംഭവിക്കത്തില്ല, നീ പേടിക്കണ്ട, അയാൾ വന്നോളും. ഈ കടൽ കൊണ്ട് എൻ്റെ മക്കൾ ജീവിക്കണ്ട, കര കൊണ്ടെങ്കിൽ അവർ നല്ലൊരു ജീവിതം കണ്ടുപിടിക്കണമെന്നാണ് ഞാൻ തീരുമാനം എടുക്കുന്നത്. ഇതേപോലെ ബുധനാഴ്ച വൈകുന്നേരമാണ് ചേട്ടൻ ചായയൊക്കെ, ഞാൻ തന്നെ ചായ മേടിച്ചു കൊടുക്കും, കുടിച്ചെടുത്തിട്ട് ചേട്ടൻ പോവും. ലാസ്റ്റ് അന്ന് പോയതിന് ശേഷമാണ് ഇവിടെ പിന്നെ വിളിച്ച് പറയാന്ന് പിന്നെ ഇത് ഈ പണിക്ക് പോകുന്നവർ ജാഗ്രത പാലിക്കണം. അതിന് മുമ്പ് ഇതേപോലെ നല്ല കാലാവസ്ഥയായിരുന്നു. അതിന് ശേഷമാണ് ഈ സംഭവം ഇങ്ങനെ ഭയങ്കരമായ ഭൂമി ആകാശങ്ങൾ ഇരുണ്ട് കയറിയത്. അങ്ങനെ ഭയങ്കര ഇതായിരുന്നു. പിന്നെ കാറ്റിൻ്റെ ഒരു എടുപ്പും കണ്ടപ്പോൾ അപ്പം ഞങ്ങൾ വിചാരിച്ച് എപ്പോഴും ഇതേപോലെ വരുമ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ചേട്ടൻ തിരിച്ചൊക്കെ എത്തുന്നതാണ്. പക്ഷെ ആ സമയത്ത് എന്തോ ഒരു ഭയങ്കരമായ ഒരു ഇതായിപ്പോയി. അങ്ങനെ അവർ ഈ കടൽ കിടന്നുകൊണ്ട് പറഞ്ഞ് പോകാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇവർക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ല. ഈ കടൽ ചുറ്റി അടിച്ച് ഉള്ളോട്ടാണ് ഇവരെ പോയി. കടൽ നടക്ക് കടൽ കിടന്ന് കറക്കമാണ്. നമ്മളിപ്പം വെള്ളം എടുത്ത് സോപ്പുമായിട്ട് നമ്മൾ കലക്കുമ്പം കിടന്ന് കലങ്ങി അതിൻ്റെ അകത്തൂടാണ് ചേട്ടന്മാർ. അപ്പോൾ അതിന് ചേട്ടന് നീന്താനൊക്കെ നല്ല അറിയാം. പക്ഷേ അന്നത്തെ സമയം ചേട്ടൻ നീന്തി വരാനുള്ള ഒരവസ്ഥയില്ല. അന്ന് എനിക്കൊരു വിഷമമായിരുന്നു, ഇത്രയും മഴയും കാറ്റും. പക്ഷേ ഞങ്ങൾക്ക് പേടിക്കാനില്ല, അയാൾ പൊരിയുന്ന ചിന്നത്തുറ ബോട്ടിലാണ്. അപ്പോൾ ഇവിടെയാണ് കാറ്റും മഴ. എനിക്ക് അവിടുത്തെ സാഹചര്യം ഇവിടുത്തെ സ്ഥലത്തൊന്നും അറിയത്തില്ല. അപ്പോൾ ഇവർ വരേണ്ട ദിവസം കഴിഞ്ഞിട്ടാണ് ദിവസം. ഒരു 10-12 ദിവസം കഴിഞ്ഞ് ഒരു ബോട്ട് തിരിച്ച് വരും. അപ്പം ഞങ്ങളിങ്ങനെ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, ഇങ്ങനെ വിഴിഞ്ഞത്ത് ഇങ്ങനെ പ്രശ്നമാണല്ലോ, അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞില്ല, ഒരു കുഴപ്പമില്ല, വലിയ ബോട്ടാണ്, ഒന്നും അപകടമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പിറ്റേന്ന് മോൻ ഫോൺ ചെയ്തിട്ട് പറഞ്ഞ്, അമ്മ ഞങ്ങൾ ബോട്ട് ഇങ്ങനെ പിടിച്ചു, കൊച്ചിയിൽ ബോട്ട് പിടിച്ചു, ഭയങ്കര ചേല, പപ്പ വിളിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, വിളിച്ചില്ല. ഞാൻ പറഞ്ഞില്ല, പപ്പയ്ക്കൊന്നും സംഭവിക്കത്തില്ല, നീ പേടിക്കണ്ട, അയാൾ വന്നോളും. അവനെന്തോ പേടിയായി. അവനത് കണ്ടതുകൊണ്ട് അവനൊരു പേടിയുണ്ടായിരുന്നു. ഞാനന്ന് ഈ ദുരന്തം വന്ന് ഓടി, ഇങ്ങനെ വലിയൊരു ദുരന്തം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കടലിൽ പോയവർ തിരിച്ചു വന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓടി വന്ന് ഈ കടലിൽ നിന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. അത്ര വലിയ ഭീകരമായൊരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ ഞാൻ തൊട്ട് പുറകിൽ നോക്കുമ്പോൾ എൻ്റെ തോളിൽ കൈയിട്ട ഒരാൾ നിൽക്കുന്നു. ഒരു വലിയ ആളില്ല, കൊച്ചാളാണ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ, മോൻ എന്തിനാണ് അമ്മ കരയുന്നതെന്ന് ചോദിച്ചു. അല്ല, ഇങ്ങനെ എന്തോ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ്, അമ്മ വാ, അമ്മ ധൈര്യമായിട്ട് വാ, ഞാനില്ലേ അമ്മയുടെ കൂടെ വാ എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചു വരും. അങ്ങനെ ഒരു പ്രതീക്ഷ ആ നിമിഷം മുതൽ ഈ നിമിഷം വരെയും വലിയ പ്രതീക്ഷ തന്നുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. മുന്നറിയിപ്പ് കിട്ടുന്നത് എന്നറിയാമോ, അവിടെ അവർ പള്ളിയിൽ വിളിച്ചുകൊണ്ട് തന്നെ ഈ കടലിൽ മഴ ഇത് കടൽ ഭയങ്കര ഇതാണ്, അതുകൊണ്ട് നിങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പറയും. അപ്പോൾ ചേട്ടൻ മറ്റും അങ്ങനെ നനയ്ക്കൂല. എത്രയായിരുന്നാലും നമ്മൾ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യും, കടലായിരുന്നാലും ദൈവം ഉണ്ടാക്കിയ ഇതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവർ പോകും. ചേട്ടന് വീട്ടിലിരിക്കുന്ന ഇഷ്ടമില്ല, ചേട്ടൻ എപ്പോഴും കടൽ പണിക്ക് തന്നെ പോകണം, അങ്ങനെയാണ് പോകരുത്. അങ്ങനെ ഈ ഇതായിട്ട് പോയി പറഞ്ഞതാണ്. ഇവിടെ ഉള്ള ഏകദേശം പേർക്ക് ഞങ്ങൾക്ക് കടപ്പുറ മീനും കടലും കൊണ്ടുള്ള ജീവിതമാണ്. കര കൊണ്ട് ഞങ്ങൾക്കൊരു ജീവിതമില്ല. ചേട്ടൻ അന്നത്തെ ദിവസം എന്നെ കൂടെ പോകണം. അപ്പോൾ ചേട്ടനാണ് പാത്രം ചോറ് കൊണ്ടുപോകുന്നു. പിന്നെ അവിടെ ഇടേണ്ട ഇതൊക്കെ ഇട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് ചേട്ടൻ പറഞ്ഞ്, നീ ഇരുമ്പിൻ ഈ സാധനം കൊണ്ട് എന്താ അവിടെ തമ്മിൽ കൊണ്ട് താത്തു, നീ അവിടെ അങ്ങോട്ട് വരണ്ട, അവിടുത്തെ
അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എന്തോ എൻ്റെ മനസ്സിൽ എന്തുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ എന്നെ വിളിക്കൂലല്ലോ എന്നായപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ എന്ത് ഇന്ന് എന്നെ വിളിച്ചത്, നീ കൊണ്ടുവന്ന് അവിടെ തന്നിട്ട് ചിലപ്പോൾ നീ എൻ്റെ കയ്യിൽ തന്നുകൊണ്ട് പോയി ചിലപ്പോൾ ഈ ഇരുമ്പ് കൊണ്ട് ഞാൻ എനിക്ക് മീൻ വല്ലതും കിട്ടിയാലോ എന്നുള്ള ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഓ ചേട്ടൻ ഞാൻ കൊണ്ട് തരാം. അങ്ങനെ അവിടെ അത്ര കൊണ്ട് കൊടുത്തിട്ട് ഞാനിങ്ങനെ കാര്യം പറഞ്ഞ് ഞാൻ വരുമ്പോൾ എൻ്റെ മോനെല്ലാം എല്ലാവർക്കും വേണ്ടിയുള്ള ഇതുമായിട്ട് ഞാൻ തിരിച്ചു വരാം, നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞു. അത്ര തന്നെ ഞങ്ങൾക്കറിയാം. പിന്നീടാണ് ഈ കാര്യത്തെക്കുറിച്ച് സന്ധ്യ ആയപ്പോഴാണ് ഇതേപോലെ ഭയങ്കര ഇതാണെന്നും പറഞ്ഞ് ചുവടിൽ കാറ്റ് വരുന്നു, ഇത് വള്ളങ്ങൾ ഒരു കര പിടിക്കാൻ പറ്റുന്നില്ല, അതാത് സ്ഥലങ്ങളിലൊക്കെ പോയി ഇന്ന സ്ഥലത്ത് ഇങ്ങനെ അങ്ങനെയൊക്കെ ഒരുപാട് ഇതായതിന് ശേഷം എനിക്കും പിന്നെ എന്നാലും ഞാൻ ധൈര്യമാണ്, എത്ര കാറ്റ് വന്നാലും ഇരുവട്ടും മിന്നലുണ്ടാകും ചേട്ടൻ തിരിച്ചെത്തുമല്ലോ, ഏത് രാവിലെ ആയിരുന്നാലും ചേട്ടൻ തിരിച്ച് വീട്ടിൽ എത്തുമല്ലോ എന്നുള്ള ഒരു ഉറപ്പാണ്. അന്നത്തെ ദിവസം എന്തോ എൻ്റെ ചേട്ടൻ ഇതില്ല. അപ്പോൾ അവന് പറഞ്ഞ് വോയിൽ ഇതേപോലെ പോയിട്ടുണ്ട്, ഇനി ആൾക്കാരെയൊക്കെ തിരിച്ച് കിട്ടണമെങ്കിൽ ഒരുപാട് പാട് അവനെ തേടുന്നുണ്ട്. കപ്പലൊക്കെ കൊണ്ടുപോയി പിന്നെ എല്ലാവരുമൊക്കെ ഇവരൊക്കെ പട്ടാൾക്കാരെല്ലാവരെയൊക്കെ വിട്ട് അന്വേഷിക്കുന്നുണ്ട്. കിട്ടുകയാണെങ്കിൽ ബോഡികൾ തിരിച്ച് നിങ്ങളുടെ കയ്യിൽ ജീവനോടെ കൊണ്ടുതരാം, അല്ലെങ്കിൽ ഞങ്ങൾ പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു. ലാസ്റ്റിൽ ലക്ഷദ്വീപിൽ കിട്ടിയത് കപ്പലുകാർക്ക് കിട്ടിയതാണ്. അവർ പോട്ടിൽ മീൻ പിടിക്കാൻ പോയ സമയത്താണ് കപ്പൽ വലയിലാണ് ചേട്ടൻ കുഴുവിയത്. അങ്ങനെ ഇവർ കൊണ്ടുപോയി അവിടെ ലക്ഷദ്വീപിൻ്റെ അവിടെ ഹോസ്പിറ്റലിൽ വെച്ചിരിക്കുകയായിരുന്നു. ചേട്ടനെ കൊണ്ടുവന്നപ്പം ചേട്ടൻ്റെ ബോഡി ആയിട്ടില്ല, വേറെ എല്ലേ ഉള്ളൂ, 2 കഷ്ണം എല്ല് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പുള്ളിയുടെ ബോട്ട് അന്ന് കരയിൽ വന്ന് അവർ പോയവരൊക്കെ രക്ഷപ്പെട്ട് വന്ന് വലിയൊരു ദുരന്തമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇവർക്കറിയില്ല. അപ്പോൾ ഇവർ വന്ന സമയത്ത് ഈ തലേ ദിവസം ഇവരുടെ കൂടെ അല്ല വേറെ വള്ളത്തിൽ ജോലിക്ക് പോയവർ തിരികെ വന്നിട്ടില്ലായിരുന്നു. അത് 2 പേരാണ് പോയത്. അപ്പോൾ ഇവർ കുറച്ച് പേര് 5 പേര് അവരെ അന്വേഷിച്ച് ഇവർ പോയതാണ്. അന്വേഷിച്ച് പോയ 2 പേരും തിരികെ എത്തി, ഇവർ 5 പേരുമാണ് മരണപ്പെട്ടത്. തുടക്കം നമ്മളെ ഒറ്റപ്പെട്ടു പോയ ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെ നമ്മളെ കൊണ്ട് സാധ്യമാകും മുമ്പോട്ട് പോകുക അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതിനപ്പുറമാണ്. എല്ലാവരും ചുറ്റിലുണ്ടാവും, നമുക്ക് ചുറ്റിലുണ്ടാവും, ആശ്വസിപ്പിക്കാനും എല്ലാത്തിനും സമാധാനിപ്പിക്കാനും ഒക്കെ എല്ലാവരും ചുറ്റിലുണ്ടാവും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ടു പോകും. ചിലപ്പോഴൊക്കെ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഞാനൊക്കെ ഒറ്റയ്ക്ക് നേരം വെളുക്കുന്നത് വരെ അവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കുഞ്ഞിനെ അവിടെ ആക്കണം, പിന്നെ ഓടിച്ചെന്നും മരുന്ന് വാങ്ങണം, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് അപ്പോഴൊക്കെ നമ്മൾ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പുറത്ത് കരയാതെ ധൈര്യം പ്രാപിച്ച് അങ്ങനെ മുമ്പോട്ട് പോകും. ഒറ്റപ്പെടുക എന്നുള്ളതൊരു വലിയൊരു സംഭവം തന്നെ. അത് അനുഭവിക്കുന്നവർക്കേ അത് അറിയാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഈ ചെറിയൊരു ലോകത്ത് ജീവിച്ച ഞങ്ങൾക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ജോലി 2017 ലോകി വന്നു. 2018 ഞാൻ അവിടെ പോയി ജോലിക്ക് കയറി. അപ്പോൾ ഞങ്ങൾക്ക് വലിയ വിഷമമായിരുന്നു. ഇങ്ങനെ എന്ന് വെച്ചാൽ അപ്പോൾ മക്കളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമായിരുന്നു. ഈ പിള്ളേരെ ഇട്ടിട്ട് എങ്ങനെ പോകും പിടിക്കും എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കമലേശ്വരത്ത് ഒരു മീറ്റിംഗ് വെച്ച്, മീറ്റിങ്ങിൽ ഇങ്ങനെ കുറേ കാര്യമൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ജോലി വേണ്ട എന്ന്. പക്ഷേ ആ ജോലിയുടെ ഒരു ചുറ്റും എനിക്കില്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു കൊച്ച് എൻ്റെ അടുത്ത് ആൻറ്റി അങ്ങനെ പറയില്ലേ, ജോലി നിങ്ങൾക്ക് ആവശ്യമാണ്, ഈ ഒരു ജോലിയൊക്കെ ആകുമ്പോഴത്തേക്ക് പെൻഷനൊക്കെ കിട്ടും, എന്തെങ്കിലും നിങ്ങളുടെ കാര്യം നടത്താം, ജോലി വേണ്ടെന്ന് പറയുന്നത് എത്രയോ അങ്ങനെ കുറേ കാര്യമൊക്കെ പറഞ്ഞു തന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു നമ്മൾ പഠിച്ചിട്ടില്ല, ജോലി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതെന്തൊരു ഒരു പേടിയായിരുന്നു. അപ്പോൾ എന്നെക്കായിട്ട് അവസ്ഥ ഉള്ളവരുണ്ട് അതിനകത്ത്. കുഞ്ഞു മക്കളൊക്കെ 1 വയസ്സ് പ്രായമുള്ള മക്കളൊക്കെ അവിടെയൊക്കെ ഉണ്ടായിരുന്നിട്ട് അവരും സഹകരിച്ച് വന്നു. പക്ഷെ അവരുടെ ഫാമിലിയിലൊക്കെ ആൾക്കാരുണ്ട് നോക്കാനൊക്കെ. ഞങ്ങൾക്കാണെങ്കിൽ ആരുമില്ല, ഉണ്ട്, പക്ഷേ ഇച്ചിരി ദൂരെയാണ് ഇരിക്കുന്നത്. ജോലിക്ക് പോയപ്പോഴും എനിക്ക് വളരെയധികം വിഷമമായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് കാണാനൊക്കെ നല്ല ഇതായിട്ടൊക്കെ ഇരുന്നെന്നാണ് പറയുന്നത്. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ അവിടെ 100-100ഓളം ആൾക്കാരുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ എല്ലാവരും എന്നെ ഒരുമാതിരി, ഞാൻ മാത്രമേ ഈ ഒരു രൂപത്തിലുള്ളൂ. അപ്പോൾ അവരെന്നെ നോക്കുമ്പോൾ എനിക്ക് വിഷമമായിരുന്നു. എന്നിട്ട് ഞാൻ സാരാക്കില്ല. പിന്നെ അവരൊക്കെ നമ്മളോട് ഇങ്ങോട്ടൊന്ന് സംസാരിക്കുകയും പിന്നെ നമ്മളും അവരോടൊപ്പം അവരെപ്പോലെ ആയി.
ജോലി ലഭിച്ച് വന്ന സമയത്ത് ഞങ്ങൾക്കൊരു ചെറിയൊരു ഇതായിട്ടുണ്ടായിരുന്നു. കാര്യം നമ്മളെല്ലാവരും ഒറ്റപ്പെട്ട് ഓരോ വീട്ടിൽ നിന്നും വന്നവരാണ്. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് കുറച്ച് എങ്ങനെയാണ് ഇത്രയും പേര് എങ്ങനെയാണ് നമ്മൾ എല്ലാവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്നുള്ള ഒരു ചെറിയൊരു വിഷമം ഉണ്ടായി. പക്ഷേ ഇവരുടെ കൂടെയൊക്കെ വന്ന് എല്ലാവരും നമ്മൾ ഒരേ തുല്യ വിഷമത്തിൽ വന്നവരല്ലേ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിരുന്ന് അങ്ങനെ പോകുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഒരു വിഷമവും പേടിയും ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം ഒരു വലിയ സ്വീകരണമായിരുന്നു. നമുക്ക് മന്ത്രി വന്നു, മേഴ്സിക്കുട്ടിയമ്മ വന്നു. അപ്പോൾ ഇതിൻ്റെ ഓർഡറൊക്കെ തരുമ്പോൾ നമുക്കത് പെട്ടെന്നൊരു എല്ലാവരുടെ ഒരു വലിയൊരു കൂട്ടായ്മ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇവരുമായിട്ടൊക്കെ എല്ലാം സഹകരിച്ച് പോകുന്ന സമയത്ത് വളരെ സന്തോഷം തോന്നിയ ദിവസങ്ങളായിരുന്നു. നമുക്കത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസങ്ങളാണ് ഇവർ നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ച് വർക്ക് ചെയ്യും സന്തോഷത്തോടെ കഴിഞ്ഞു പോയ ഒരുപാട് ദിവസങ്ങളൊക്കെ ഞങ്ങളുടെ മുൻപിലുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ മത്സ്യഫെഡിൻ്റെ നെറ്റ് ഫാക്ടറി 2016 ആരംഭിച്ചത്. ഓഖി ദുരന്തത്തിൽ മരണപ്പെട്ട അവരുടെ വിധവകളായിട്ടുള്ള 37 പേരെ മത്സ്യഫെഡ് കേരളത്തിലെ ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം അവിടെ ജോലി കൊടുത്തു. അതിൽ കുറച്ച് പേരോട് പിരിഞ്ഞു പോയി. ഇപ്പോൾ 26 പേരാണ് ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ 8,000 രൂപയാണ് ശമ്പളം കൊടുത്തിരുന്നത്. ഇപ്പോൾ വർദ്ധിപ്പിച്ച് കേരള സർക്കാർ നിർദ്ദേശിക്കപ്പെടുന്ന ഡെയിലി വേസ് എന്ന നിലയിലേക്ക് അവരെ ഉയർത്തിയിട്ടുണ്ട്. മെഷീനിൽ ചെയ്തു വരുന്നതാണ് ഈ വല. അപ്പോൾ ഞങ്ങൾ ഈ വല ഞങ്ങളുടെ കയ്യിൽ ചെക്ക് ചെയ്യാനായിട്ട് തരും. ഇതിനെ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. അപ്പം ഞങ്ങൾ അതിൽ ഉണ്ടാകുന്ന പൊട്ടലുകൾ നൂലും മുയിലും ഉപയോഗിച്ച് അതിനെ കെട്ടും. സാധാരണ ഒരു കണ്ണി മെഷീനിൽ എങ്ങനെ അടിച്ചു തരുന്നോ അതുപോലെ തന്നെ ഞങ്ങൾ ഈ വല ക്ലിയർ ആക്കി എടുക്കും. മുകളിൽ നിന്ന് ചെയ്ത് തരുന്ന വലയാണ്. അപ്പോൾ ഈ വല ഇതിൽ കൂടി ആക്കി കയറ്റി അങ്ങോട്ട് വിടുന്നത്. ഇത് അടുത്ത ചാക്കിലാക്കുമ്പോൾ അങ്ങ് ചെല്ലുമ്പോൾ ആ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരിത് ചാക്കിലാക്കി കയറ്റി അങ്ങോട്ട് അയക്കുമ്പോൾ ഇതിന് കൊണ്ടുപോകാൻ ഇപ്പോൾ ആൾക്കാരിന് ആ കറക്റ്റ് സമയമാകുമ്പോൾ അവരൊക്കെ വന്ന് കൊണ്ടുപോകും. എല്ലാവർക്കും സ്റ്റിച്ചിങ്ങിൽ പെയിൻറ്റിങ്ങിൽ. അപ്പോൾ എനിക്ക് കൈ സുഖമില്ലാത്തതുകൊണ്ട് നെറ്റ് ക്ലീൻ ചെയ്യാനാണ് ഫസ്റ്റ് ഇരുത്തിയത്. പിന്നെ രാവിലെ വരും. അവർ വരുന്നതിന് മുന്നേ ഇതൊക്കെ ടേബിളൊക്കെ വൃത്തിയാക്കും, വെള്ളമൊക്കെ ചൂടാക്കി വയ്ക്കും. 10-15 ആകുമ്പോഴത്തേക്ക് അവർ ഓഫീസിലെ സ്റ്റാഫുകളൊക്കെ വരും. പിന്നെ അവർക്ക് ഓരോരുത്തർ വരുന്നതനുസരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ ഇവിടുത്തെ ടോയ്ലറ്റ്, ബെഡ്റൂം എല്ലാം ശരിയാക്കും. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരുപാട് വിഷമങ്ങളുണ്ട്. ചിലരൊന്നും വിഷമങ്ങളൊന്നും പറയില്ല, ചിലർ വിഷമങ്ങൾ പങ്കുവെക്കും. നമ്മളെ പോലെ വേദനിച്ച് വരുന്നവരാണെങ്കിൽ പോലും അവർ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഒരാൾക്കൊരു വിഷമം വരുമ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് പോട്ട് ചേച്ചി എന്ന് പറയും, അല്ലെങ്കിൽ എടാ പോട്ടടാ എന്ന് പറയും. നമ്മൾ ഇതും തരണം ചെയ്യും, ഇതിനപ്പുറവും നമ്മൾ തരണം ചെയ്യും എന്ന് പറയുന്ന ഞാനങ്ങനെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. എന്നെയും അവർ അങ്ങനെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം. ഞങ്ങൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ജോലിയിലൊക്കെ. ഈ ഓഗി വന്ന സമയത്ത് അച്ഛനും മോനും കടലിലായിരുന്നു. ആ ഓഗിയിൽ അവൻ അത്രയും കഷ്ടപ്പെട്ട് ആ ബോട്ടൊക്കെ പൊട്ടി ദൈവം അവനെ കരയേറ്റ് കൊണ്ടെത്തിച്ചു. അതിന് ശേഷം അവന് വന്നിട്ട് കടലിൽ പണിക്ക് പോകാൻ ഒരു പേടി. പക്ഷെ അവൻ പഠിച്ചത് കടൽ പണിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ നമ്മുടെ കഷ്ടപ്പാടുകളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അതൊന്നുമല്ല പ്രശ്നം. പക്ഷെ ഞങ്ങളുടെ വീട്ടിനൊരു പട്ടയം പ്രമാണം തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഗവൺമെൻറ്റിൽ നിന്ന് ഒരു വീട് മെയിൻ്റനൻസിനോ ഒരു ബാത്റൂമിനോ ഞങ്ങൾക്ക് പറ്റുമായിരുന്നു. പക്ഷെ അത് ഇതുവരെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. നല്ല വാശിയൊക്കെ കൊടുക്കും പിള്ളേർക്ക്. ഒരിക്കലും ഏത് വഴി പോയാലും വഴി തെറ്റി പോകരുത്, കഠിന ഇതിലും വീഴരുത്. ജോലി ചെയ്യണം, വളരണം. നമ്മൾ ആരൊക്കെ വേണ്ടെന്ന് പറയുന്നവരുടെ മുമ്പിലൊക്കെ ഉയർന്ന് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കും. ആ ഒരു വാശി ഇന്നും പിള്ളേർക്ക് ഓരോരുത്തർക്കും ഉണ്ട്. കടൽ കാണുമ്പോൾ നമുക്കൊരു സന്തോഷിക്കണോ ദുഃഖിക്കണോ എന്നറിയത്തില്ല. എന്നുവെച്ചാൽ കടലിൽ എൻജോയ് ചെയ്ത സമയങ്ങളുണ്ടായിരുന്നു, കടലിൽ വേദന തന്ന നിമിഷങ്ങളുണ്ട്. എൻ്റെ മക്കളൊക്കെ ഇന്ന് പണിക്ക് പോയാൽ ഞാൻ പറയും,
പപ്പയെ വിചാരിച്ചിട്ട് പോകണം, പപ്പയെ താങ്ങിക്കോളും. മരുമക്കളായാലും ബോട്ടിലൊക്കെ പോകും, പേടിയാണ്, എന്നാലും അവർക്ക് ധൈര്യം കൊടുക്കും. മക്കളെ ഒന്നിനെക്കുറിച്ചും നമ്മൾക്ക് കരയിരുന്നാലും വരും, കടലിൽ പോയാലും വരും, വീട്ടിൽ ഇരുന്നാലും വരും, വരേണ്ടത് എവിടെ ഇരുന്നാലും വരും. എൻ്റെ ചേട്ടൻ ഇരുന്ന് ചെയ്യേണ്ടതാണ് ഇപ്പം ഞാൻ ആ ചുമതല ഏറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ എണീക്കുന്നു, ഒരു ആഹാര ഭക്ഷണമൊക്കെ വയ്ക്കുന്നു, ഒരുങ്ങിയെടുത്ത് ഞാൻ പോകുന്നു, മക്കളുടെയൊക്കെ പറഞ്ഞിട്ട് എല്ലാം ആക്കി കൊട്ടു ഞാൻ പോകുന്നു. അപ്പം ഇനി മേലെ ഇനി അങ്ങനെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണമെന്ന് താരെ. ഇവർ നന്നായി സ്വന്തം കാലിൽ ജോലി ചെയ്ത് ഒരു നല്ല ഇതായി തീർന്നാൽ ഞാൻ എൻ്റെ ചേട്ടനെ പോയാലും കുഴപ്പമില്ല. അതിന് മുമ്പ് പോയ എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എൻ്റെ മക്കൾ നല്ല രീതിയിൽ ഈ കടൽ കൊണ്ട് എൻ്റെ മക്കൾ ജീവിക്കേണ്ട, കര കൊണ്ടെങ്കിലും അവർ നല്ലൊരു ജീവിതം കണ്ടുപിടിക്കണമെന്നാണ് ഞാൻ തീരുമാനം എടുക്കുന്നത്. ഒരുപാട് നല്ല മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവും. അവരുടെ ചില ഉപദേശങ്ങൾ, ചിലപ്പോൾ അവർ തരുന്ന നല്ല വാക്കുകൾ, അവരുടെ ചേർത്ത് നിർത്തലുകൾ ശരിയാകും, എല്ലാം നന്നായിട്ട് വരും. അപ്പം അങ്ങനെയുള്ള കുറേ സപ്പോർട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തകരാതിരിക്കാനായിട്ടൊക്കെ അവർ കുറേ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഈ തീരത്ത് ഞാൻ നിന്നിട്ട് പറയുന്നു, എൻ്റെ ഭർത്താവ് ഈ തീരത്ത് എവിടെ ഉണ്ട്, ആ ഒരു ധൈര്യം എന്നിലുണ്ട്. ഓഗി വന്നു, ഞങ്ങൾക്ക് ബോഡിയൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ബോട്ടിൽ മിസ്സിങ് ആണ്, ഇന്നും മിസ്സിങ്ങിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പിണങ്ങി നിൽക്കുന്നു, അതിലെപ്പോഴും വരും തിരിച്ച്, ആ ഒരു ധൈര്യം.